ഹൈ ഗൈസ്, നമ്മളുടെ ഒരു തിരുവടിക്ക് എല്ലാം മറ്റും സാധനം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അല്ലാതെ വെച്ചാൽ നമ്മളെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ പിച്ചക്കാരനായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന തന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഗൈസ്. നമ്മളെ ഫ്രാങ്ക്ലിന് ഇപ്പോൾ വണ്ടിയില്ല. നമ്മളൊരു വണ്ടി ഉണ്ടായിരുന്നു പയ്യ വീട്ടിലത്തെ, ആ സൈക്കിൾ നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ ഈ നേരം കൊണ്ട് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഇവരുടെ ഷോറൂം കൊണ്ട് ഞാൻ തന്നെ ഇട്ട് പോയി. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ലൈക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മൾ ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. നമ്മൾക്ക് വീട് ആക്കണം, അതിൽ നമുക്ക് വീട് നിൽക്കാം. ഇനി നമുക്ക് നമ്മളെ പട്ടീനെ കളിക്കാം, നമ്മളെ ചോപ്പിനെ കളിച്ചിട്ട് ആക്കാം. നമ്മളെ ചോപ്പ് കാണിക്കാം. വട നമുക്കാകെ ബനിയനും കാര്യങ്ങളും ഉള്ളൂ ഗൈസ്. ഇവൻ്റെ ഷർട്ടാണെങ്കിൽ നല്ല മെലിഞ്ഞതാണ്, നമുക്കാണെങ്കിൽ നല്ല അടിച്ചു പോകണം. ഫിറ്റ്നസ് അല്ലേ. നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട്, നമ്മൾ നേരെ പോകുന്നുണ്ട് ഗൈസ്. വീട് കൊണ്ടിട്ടുണ്ട്, നമുക്ക് നേരെ വിട്ടു. നമുക്ക് നേരെ ഇവൻ്റെ ഓട്ടോമാറ്റിക് ഗേറ്റുമാണ്. തുറക്കടാ ഗൈസ്, ഇതൊന്ന് തുറക്കാത്തത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണം. അത് നമുക്ക് ജോലി എടുത്തിട്ട് വേണം. നമ്മളല്ലെങ്കിൽ മോശമാണ് ചെയ്യാറ്, എനിക്കറിയാലോ. നമ്മൾ പിച്ചെടുക്കുന്നില്ല, നമ്മൾ ജോലി ചെയ്യണം ഗൈസ്. നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടണം. അപ്പോൾ നമുക്ക് ഷോറൂം പോയി നോക്കാം. അവിടെ നല്ല നല്ല വണ്ടികൾ വന്നിട്ടുണ്ടോ. ഇന്ന് നമുക്കൊരു വണ്ടി എടുക്കണം ഗൈസ്. ഇന്ന് കുറച്ച് പൈസ നമുക്കൊരു വണ്ടിയും എടുക്കണം ഗൈസ്. അതിന് നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് വേഗം പോവാം. വണ്ടി എടുക്കാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഷോറൂമിൽ അത് വണ്ടി എടുക്കണ്ടേ, അതാണ് നമുക്ക് നമുക്കൊന്ന് വേഗം പോവാം ഗൈസ്. അവിടെ ഓപ്പണായിട്ടുണ്ടാവും. നമുക്ക് സൈക്കിളെല്ലാം വേലിക്കുന്നുണ്ട്. ഇത്രയും പിച്ചക്കാർ നമ്മളെ നാട്ടിലാണ്. വേഗം പോവാം ഗൈസ്. ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഷോറൂമിൽ നല്ലൊരു വണ്ടി ഇങ്ങനെ വേണം. നമുക്കൊരു കാറിനെ വാങ്ങാം. ബൈക്ക് നമുക്ക് അത്ര ആവശ്യമില്ല, കാരണം നമുക്ക് സൈക്കിളുണ്ട്. നമുക്ക് കാറിനെ വാങ്ങാം ഗൈസ്. നമുക്ക് കാർ വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാം. വേണ നമ്മളങ്ങനെ വണ്ടിയൊക്കെ അവിടെ ഇത് ഉണ്ടായില്ലേ സ്ഥല കവാസാക്കി നിഞ്ച ATM ഏതൊക്കെ വിഷയം വണ്ടി. അവിടെ ഏതെല്ലാം വണ്ടി വിഷയം പോഷിയാ. അവിടെ ഫോർച്യൂണർ. അവിടെ ഫോർച്യൂണർ ഇഷ്ടപ്പെടാ. ഓ ഗോൾഡൻ പോർഷ വാട്ട് ദ ഹെൽ. ഗോൾഡൻ കവാസാക്കി നിഞ്ച ഇതേതാ വണ്ടി അറിയില്ല, പക്ഷെ നല്ല കിട്ടുള്ള വണ്ടി ആയിട്ടുണ്ട്. നമുക്കൊരു സെക്ക വാങ്ങണം ഗൈസ്. നമ്മളെ ഷോറൂം അറിയിക്കണം. നമ്മളെ വീട് ഇപ്പം ഇല്ല ഗൈസ്. നമുക്ക് അവൻ്റെ വീടിന് നമുക്ക് വാങ്ങിക്കളയാം. അവൻ അവിടെ നിർത്താം ജോലിക്കാരനെ പോലെ എപ്പടി. നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ സിമിയോൺ വിളിച്ചു നോക്കാം. ഇച്ചിരി ജോലി സെറ്റാക്കാൻ പറ്റും നോക്കാം. നമ്മൾ സിമിയോൺ വിളിച്ചിട്ടുണ്ട് വെച്ചാൽ ഓൻ പറഞ്ഞു വെച്ചാൽ ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ കുറച്ച് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് അതിൽ കയറിയിട്ട് നമുക്ക് ആ ബസ് ഉള്ള കൊണ്ട് ഓണം പോലെ വെച്ചാൽ നമുക്ക് പോയിട്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്കിപ്പോൾ ക്യാഷില്ല ഗൈസ്. നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിലല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിട്ടുള്ളൂ. ആ ഒരു ഫോർച്യൂണറിന് ഏകദേശം ഒരു നമുക്ക് തോന്നുന്നത് ഒരു 70 ലാക്സ് ഒക്കെ ഉണ്ടാവും തോന്നുന്നത്. നമുക്ക് അത്രയ്ക്കും വേണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കി വേണം സെറ്റാക്കാൻ. അപ്പം അത്രയും ഉണ്ടാവില്ല തോന്നുന്നു, 60 കൂടിപ്പോയാൽ. ഫസ്റ്റ് ആയതുകൊണ്ട് നല്ല പൈസ ഉണ്ടാവും. നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോകാം. നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാം. നമുക്ക് സൈക്കിൾ എടുത്തിട്ട് വേഗം പോവാം ഗൈസ്. നമുക്ക് വേഗം പോകാം. നമുക്കൊരു കാര്യം ചെയ്യണം ഗൈസ്. നമുക്കത് ഏതാ ബസ് നോക്കണം നല്ലോണം. ബസ് നമുക്ക് നമ്മളെ ഫ്രാങ്കിലിന് സീനുണ്ട്. നമുക്ക് ബസ്സല്ല, ഏത് സാധനം കിട്ടിയാലും നമ്മൾ പൊട്ടിക്കും. നമുക്ക് വേഗം കയറാം ഗൈസ്. പോലെ നമ്മൾ നേരെ കയറിയിട്ടുണ്ട്. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. നമുക്ക് എന്നാൽ കുളിച്ചിട്ട് പോവാം. രാവിലെ ഫ്രാങ്കിൽ കുളിച്ചിട്ടില്ല, ഈ തിരക്ക് കൊണ്ട്. പോലാം ബാ. ഇപ്പം നമ്മൾ നേരെ പരലോകത്ത് എത്തിയാനെ. ഇഞ്ചി മുട്ടായി കപ്പലണ്ടി കൊണ്ട് നമ്മൾ സൈക്കിളൊക്കെ ദൂരെ കൊണ്ട് വന്ന് വെച്ചാൽ കുറച്ച് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങി കുളിച്ചേക്കാം. നമ്മളെ ഫ്രാങ്കിൽ നീന്തൽ ഏത് സ്വിമ്മിങ് പൂളൊക്കെ എത്ര പൈസയുടെ സാധനമായിരിക്കും ഗൈസ്. അതൊക്കെ സെറ്റ് തന്നെ ആയിരിക്കും ഗൈസ്. അതൊക്കെ നമ്മൾ സെറ്റായിരിക്കും ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പം നമുക്ക് ജോലി സ്ഥലത്ത് പോവാം. സിമ്മിയോടത്ത് പോവാം. നമ്മൾ സിമ്മിയോടത്ത് നേരെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ സിമ്മിയോടത്ത് പോയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാടാ. നീ എന്താ എൻ്റെ വണ്ടി എടുക്കുന്നത്? വണ്ടിയിൽ നിന്ന് ഇറങ്ങാടാ പീട്ട ചക്ക. ഗൈസ് നമുക്ക് സിമ്മിയോൻ തന്നെ ഇവിടെ മുമ്പിലിട്ട വണ്ടിയിൽ ഇവൻ കയറിയിരിക്കുന്ന ഇറങ്ങിപ്പോടാ. അപ്പം നമുക്ക് വണ്ടിയും കൊണ്ട് പോവാം ഗൈസ്. നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകുന്നു. നമുക്ക് തന്നെ ഇപ്പോഴാണ് ജോലി കിട്ടുക, അപ്പോഴാണ് കിട്ടിക്കല്ലേ. സീനാവേ
ഓക്കെ നമ്മളെ ഫ്രാങ്ക്ലിൻ ഏത് നമുക്ക് നേരെ പോവാം. നമ്മളെ സിമിയോ നമുക്ക് വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തി തന്നേ. എന്നിട്ട് ഇവൻ വണ്ടി കയറിയിരിക്കുന്നത് അങ്ങനെ വലിയ വണ്ടി ഓടിക്കുന്ന പോലെ. നമുക്ക് വിടാം, നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് കുറച്ച് നേരം വണ്ടി അടിച്ചിട്ട് പോവാം. അപ്പം നമുക്ക് ഈ നേരം കൊണ്ട് നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അവിടെ വേണ്ട അടിച്ചങ്ങ് പൊട്ടിച്ചേക്ക് ഗൈസ്. നമുക്ക് നേരെ പോവാം. വണ്ടി അടിക്കല്ലേ എടാ, ഈ റിക്ഷക്കാരൻ മാറി നിൽക്കട പുല്ലേ. നമുക്ക് വേഗം പോവാം. നമുക്ക് നേരെ വിടാം ഗൈസ്. നേരെ ഇടിക്കലേ. നമുക്ക് നേരെ വിടാം. നമ്മൾ കുറേ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഏകദേശം നമുക്ക് ഏകദേശം ഒരു 60 ആ സംതിങ് വേണം. പിന്നെ നിങ്ങൾക്കറിയാലോ നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരു 40 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ സിമിയോണും നമ്മളെ ലാമറൊക്കെ. അപ്പം നമ്മൾ ആ സീൻ അതാണ് നമുക്ക് കുറച്ചും കൂടി സന്തോഷം കൂടുതൽ. കാരണം നമുക്ക് ഇനി 20 ലക്ഷം മാത്രമേ ആക്കണ്ടുള്ളൂ. നമുക്ക് 20 ലക്ഷം മാത്രമേ ആക്കണ്ടുള്ളൂ. അപ്പം നമുക്ക് നേരെ പോവാം. നമ്മൾ നേരെ പോകുന്നുണ്ട്. വണ്ടി ഓടിച്ചിട്ട് സീനാക്കണം. നമുക്ക് വേഗം പോവാം. നമുക്ക് ബും ടൂറ് നമ്മൾ വേഗം പോകണമെന്നുണ്ട്. നമുക്കങ്ങനെ വണ്ടി പറപ്പിച്ച് വിടുന്നേ. വണ്ടി അങ്ങ് പറപ്പിച്ച് വിടുന്ന സീന് നമ്മളങ്ങനെ വണ്ടി പറപ്പിച്ചിട്ടുണ്ട്. എടാ നമ്മളങ്ങനെ വണ്ടി അങ്ങനെ സൈഡാക്കുന്നുണ്ട്. ചേട്ടാ നമുക്ക് നേരെ പോകണം. ഫുൾ സ്പീഡിലെ സ്ഥലങ്ങൾ പോകുന്നത്. നമ്മൾ പിന്നെ വണ്ടി നടക്കുക. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറല്ലേ. ഏത് അത് നമ്മൾ നേരെ പോകുന്നുണ്ട്. നമുക്ക് ആ ഫോർച്യൂണിൻ്റെ കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ചേച്ചി. നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്രയ്ക്ക് നല്ല ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു സിൽവറിൻ്റെ ആ കളർ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് വേഗം പോവാം. സിമിയോൺ നമുക്ക് ഇട്ടിട്ട് പണിയെടുത്താലോ. അയ്യോ ഗൈസ് നമ്മൾ വണ്ടി പൊട്ടിക്കുന്ന തിരക്കത്തിൽ നമ്മൾ മരിച്ചുപോയി. അസല ഗൈസ് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടല്ലോ. അതിനിപ്പം നമ്മുടെ ഫ്രണ്ടാണ് മൊത്തം ചിലവാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് പൈസ കൊടുത്തോണ്ട് നമ്മൾ 2-3 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ പോകാൻ ഡ്രസ്സ് ഇട്ടാ നമ്മൾ അവൻ്റെ ഡ്രസ്സല്ല, ഇത് നമ്മളെ ഡ്രസ്സാണ്. നമ്മൾ വേഗം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ഇവൻ്റെ ഡ്രസ്സ് കേട്ടോ. നമുക്ക് ഇതാ കൊള്ളുള്ളൂ. നമുക്ക് ഇതെടുത്തിടാം. ഇതാണ് നമുക്ക് കൊള്ളുള്ളൂ. ബാക്കി നമുക്ക് കൊള്ളില്ല. നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബസ്സിനടിക്കുന്ന തീരത്തിന് നമ്മൾ ചത്തുപോയി. സിമിയോ നമുക്ക് കുറേ പണിട്ടുകൊണ്ട് ഞാനൊരു പണി കൊടുത്താൽ ഗൈസ്. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് പോവാം. നമുക്ക് സീനുണ്ട്. നമുക്ക് വേഗം പോവാം ഗൈസ്. അപ്പം നമുക്ക് വേഗം പോവാം. അപ്പം നമ്മൾ വേഗം പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവൻ്റെ വണ്ടി എടുത്ത് വിട്ടിച്ചാലോ. ഇവൻ വലിയ ഷോ ആണ്. നമ്മളെ വീട്ടിൽ വന്നിട്ട് വലിയ ഷോ ഒക്കെ ഉണ്ടാകും. നമുക്ക് ഇവൻ്റെ വണ്ടി എടുത്ത് ഓടിച്ചാലോ. ഇതാരും ഗണ്ണല്ലോ. ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവൻ്റെ ഗണ്ണൊക്കെ അടിച്ചോട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സീനില്ല. നമുക്ക് വേഗം സൈക്കിൾ എടുത്ത് പോവാം. അവിടെ 4 ലെവൽ വാണ്ടർ ലെവലാണ്. അവിടെ സൈക്കിൾ ഇരുപതിനാണ്ടിയാ 10. നമ്മുടെ സൈക്കിൾ കാണുന്നില്ല ഗൈസ്. സാരല്ല, നമ്മൾ വേഗം പോകുന്നുണ്ട്. സൈക്കിളൊന്നും എടുക്കണ്ടാവുന്നുണ്ട്. നമ്മൾ വേഗം പോകുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എവിടെയും വിളിച്ചിരിക്കാം. അല്ലെങ്കിൽ മേലെ പോവാം ഗൈസ്. അയ്യോ പോലീസ് വരുന്നേ. അടിക്കോ ഗൈസ്. നമ്മൾ അടിക്കില്ല. നമ്മൾ പാവാണേ. നമ്മൾ നല്ലൊരു നന്മമരമായിട്ട് ഫോർച്യൂണർ നോക്കാൻ നോക്കിയതാ. ഇപ്പം നമ്മൾ ഒരു കേസിലകപ്പെട്ടിട്ടുണ്ട്. ഓടിക്കോ. അയ്യോ എന്നടിക്കാൻ വരുന്നേ, കൊല്ലുന്നേ. അതാ പോലീസുകാർ കൊല്ലുന്ന. ആരെങ്കിലും രക്ഷിക്കണേ. ഓടിക്കോ ഗൈസ്. നമുക്ക് വേഗം പോടാ. എടാ നമുക്ക് പോലീസ് കൊണ്ട് എടുത്തിട്ട് പോയാലെന്നാ. നല്ല ഇവരുടെ പോലീസ് വണ്ടി. നമുക്ക് വേഗം അങ്ങ് എടുത്തിട്ട് പോവാം ഗൈസ്. വേഗം പോവാ. എടുത്തിട്ട് നിൽക്കടാ അവിടെ. എനിക്ക് പോലീസ് വണ്ടി പോകാനോ എടുത്തിട്ട് പോടാ. നമ്മുടെ പ്രൊഫഷണൽ ഡ്രൈവറാണ്. എടുത്തിട്ട് പോടാ. ഇപ്പം 2 വാണ്ടർ ലെവലുള്ളൂ ഗൈസ്. 2 സ്റ്റാർ വാണ്ടർ ലെവലുള്ളൂ. നമുക്ക് വേഗം എടുത്തിട്ട് പോവാം ഗൈസ്. നമുക്ക് വേഗം പോകണം. വേഗം പോയിട്ടില്ലെങ്കിൽ സീനാണേ. അത് വേറെ സീനാണ്. നമുക്ക് അവിടെ ഇപ്പോൾ 1 സ്റ്റാർ വേണ്ടല്ലോ. അതിപ്പോൾ പോലീസുകാരെ ഇപ്പോൾ പറന്നു പോയിട്ട് 2 സ്റ്റാർ പിന്നെ അതിനെ ഒക്കെ ഇത് സെറ്റാട്ടോ. ഈ വണ്ടി നല്ല ട്രിഫ്. നമ്മളിപ്പോൾ പോലീസിൻ്റെ മുമ്പ് തന്നെ എത്തിയ സ്ഥലം. നമുക്ക് വേഗം പോവാം. അവിടെ ഒന്നും കണ്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ടാങ്ക് മൊത്തം ഇറങ്ങിയാനേ. പക്ഷെ നമുക്ക് വേഗം പോവാം.
എന്നിട്ട് നമുക്ക് വേറെ ഷോറൂം വിടാം. ഇത് തന്നെ ഷോറൂം പോകാം. അപ്പോൾ പോലീസ് ആകുമ്പോൾ എല്ലാം ബഹുമാനിക്കല്ലോ. അടിക്കലേ നമുക്ക് ഫ്രാങ്ക്ലി പിന്നെ ചാവാൻ വയ്യ. പിന്നെ അവൻ പൈസ കൊടുക്കൂല, ഞാൻ തന്നെ പൈസ കൊണ്ടുവരും. എടാ അവന് വീട്ടിലത്തെ കാര്യമായി. അവൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ വണ്ടി നോക്കുമ്പോൾ എൻ്റെ വണ്ടിയോ നോക്കുന്നില്ല. നമുക്ക് വേഗം പോവാം. നമുക്ക് വണ്ടി എടുത്ത് നമ്മളെന്തായാലും ലൊക്കാഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ നാടൊക്കെ മറന്നുപോയില്ല നമ്മൾ ഫസ്റ്റൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു, ഈ സിറ്റിയിലുണ്ടായിരുന്നില്ല. നമ്മൾ വലിയ കൊള്ള കേസൊക്കെ ആയിട്ട് എടാ സ്ഥലം മാറിപ്പോടെ. പിന്നെയും നമുക്ക് നേരെ വണ്ടി തിരിക്കാം. വേഗം പോകണം നിൽക്കോ. നമുക്ക് വേഗം പോവാം. തിരിക്ക്. ആ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലൊന്നും പോകണ്ട. എടാ അവൻ്റെ വീടിൻ്റെ മേലെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, അതൊന്നും അറിയില്ല. അവൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടി തന്നെ ഇപ്പോൾ ഫുൾ സ്റ്റാർ പോയിട്ടുണ്ടല്ലോ. അല്ല നമുക്ക് വണ്ടി തന്നെ കയറാം. നമുക്ക് വണ്ടി കയറി എന്തൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരം ഷോപ്പ് വിടണം. നമുക്ക് ഫോർച്യൂണർ വാങ്ങാൻ. നമുക്ക് ഫോർച്യൂണർ വാങ്ങിയിട്ട് അവനും കൊടുക്കാം, നമുക്ക് എടുക്കാം. കാരണം അവൻ്റെ വണ്ടി നമ്മൾ പൊട്ടിച്ച് പോയി അറിയാണ്ട്. അപ്പം സമയം ഒരു ദേഷ്യം വന്ന്, കാരണം അവൻ നമുക്ക് ഫസ്റ്റൊക്കെ വലിയ ഷോണ്ടേ ആദേശിച്ചില്ല. അവൻ്റെ 2 വണ്ടി പൊട്ടിച്ച് നല്ല 2 താറ തോന്നുന്നു, നല്ലൊരു വണ്ടിയാണ് പൊട്ടിയത്. അതുകൊണ്ട് നമുക്ക് അവൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവൻ നമ്മളെ വണ്ടി പൊട്ടിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. മാക്കടാ പോലീസോടെ കളിക്കണോ നീ? നമ്മളടുത്ത് കളിക്കണ്ട, നമുക്ക് വേഗം പോവാം. അല്ലെങ്കിൽ ഈ പോലീസ് കൊണ്ട് അങ്ങോട്ട് ഇട്ട് പോവാം. നമുക്ക് ഇറങ്ങിയിട്ട് പോവാം. പോലീസ് കൊണ്ട് ഇടിക്കല്ലേ. ഇടിച്ചു സാറല്ല. പോലീസ് കൊണ്ട് ദുബായിൽ തിന്നുണ്ട് ഗൈസ്. നമുക്കുണ്ട് സീന്. നമ്മൾ വേഗം ചെയ്തിട്ട് പോകുന്നുണ്ട്. പോലീസ് കൊണ്ട് ദുബായിലെത്തി നമ്മൾ ഇതെടുത്തിട്ട് പോകുന്നുണ്ട്. പോലീസ് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കൊണ്ടാ ഇവൻ്റെ കയ്യിൽ പോലീസ് ഉണ്ട്. ഇവൻ്റെ നേരത്തെ പിടിക്കാൻ വിട്ട നീ സോറി സാറേ പോട്ടെ. നമ്മളടുത്തെല്ലാം പേടിൻ്റെ കേസ്. നമ്മൾ ഡോൺ അവിടെ KTM ഒക്കെ വാങ്ങണമെന്നുണ്ട്. സ്പ്ലെൻഡറല്ലേ ഏത് നമുക്കതൊന്നും വേണ്ട സാറേ. നമുക്ക് ഫോർച്യൂണർ മതി. നമുക്ക് ഫോർച്യൂണർ അതാ നമുക്കുള്ളത്. ഈ സംഭവം നമുക്ക് വേണ്ടേ. ഇത്രയും സാധനങ്ങളുണ്ട്, അതൊന്നും നമുക്ക് വാങ്ങാനുള്ള ആവശ്യമില്ല. കാരണം ഈ ഗോൾഡിനുള്ള 60 കോടിൻ്റെ മേലെയും ഉണ്ടാവും. നമുക്ക് നമ്മളെ ഫോർച്യൂണർ മതി. നമ്മളെ ഫോർച്യൂണർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ പൈസയും കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണല്ലോ വണ്ടി. നമുക്ക് നേരെ പോവാം. നമ്മൾ നേരെ പോകുന്നുണ്ട്. നമ്മളെ വണ്ടി എടുത്തിട്ട് വേണ്ട അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് പോയാലോ. നമ്മടത്തല്ലേക്ക് വേഗം പോകടാ. ഇവിടെ നമ്മളെ സഹകരിക്കാൻ കുറേ ആളുണ്ട്. നമ്മൾ പുതിയ വണ്ടിയൊക്കെ മേടിച്ചോണ്ട് പൂജയൊന്നുമല്ല, നമ്മളമ്മനെ വണ്ടി എടുത്തിട്ടുണ്ട്. എടാ സീനടാ, ഇൻറ്റീരിയലുള്ള സീനട്ടാ. നമ്മൾ റിച്ച് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫോർച്യൂണറിലാണ് വാങ്ങിയിട്ട്. ഇടിച്ചിട്ടുണ്ടെങ്കിൽ പണി പാലും കൊടുത്തിലാവേ. ഇടിക്കാണ്ട് മെല്ലെ വേണം നമ്മൾ പോകാൻ. അതാ ഗൈസ് ഇടിച്ചിട്ടില്ല, പക്ഷെ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് അസല്ല ഇടിച്ചിട്ടില്ല ഗൈസ്. നമ്മൾ ചട്ടും ചെറുതായിട്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് നേരെ പോവാം. ഇപ്പോൾ വണ്ടി ഇടിച്ചാണ്. നമുക്ക് നേരെ പോവാം. നമുക്ക് അമ്മനെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് മതിയില്ലേ, പിന്നെന്താ വേണ്ടേ? ഫോർച്യൂണർ കിട്ടിയാൽ പോരെ. നമുക്ക് നേരെ പോവാം. നമ്മൾ നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വീട് പറയാം ഗൈസ്. നമുക്ക് നമ്മളെ വീട് പറയാം. അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് വരാൻ പോകുന്നുണ്ട്. കേടാ ഫോർച്യൂണർ കൊണ്ടുവന്നിട്ടില്ലടാ. അവൻ്റെ വീടിൻ്റെ പോലെ ഹെലികോപ്റ്റർ ഗൈസ്. ഞാൻ അത് ഇത്ര നേരം ശ്രദ്ധിച്ചില്ല ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ കണ്ടില്ല. അപ്പം നമുക്ക് നമ്മളെ സൈക്കിൾ ഇലുമിനാണ്ടി പിന്നെയും വന്നാൽ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ടൊരു സീനൊക്കെ ഉണ്ടേ. നമ്മളെ വണ്ടി ഈത്ത അല്ലേ ഗൈസ്, ഈത്ത കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വരാം. ലവ് യു ആൻഡ് ബൈ.